സ്വാമി നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് അവർ വിളിച്ചിട്ട് ഞാൻ പോയി കണ്ടു. സ്വാമി ചെന്നപ്പോൾ അധ്യാപകനാണെന്ന് പരിചയപ്പെടുത്തുമല്ല കുട്ടികൾ. അപ്പം എന്നോട് ഇരുന്നോളാൻ പറഞ്ഞു, പാടിക്കോളാൻ പറഞ്ഞു. അതേപോലെ കമ്പോസ് ചെയ്യുമ്പോൾ ഇന്നയാള് പാടണം എന്നൊക്കെയുള്ള മനസ്സിൽ വരാറുണ്ട്. ഇത് ഇന്നയാളെ കൊണ്ട് പാടിപ്പിച്ചാൽ നന്നായിരിക്കും. അത് നമുക്ക് അതിൻ്റെ ഒരു മനസ്സിൽ വെച്ചിട്ടാണോ കമ്പോസ് ചെയ്യണത്? അങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പോഴും ചില പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഓരോരുത്തർ. ഇപ്പം ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പാടുന്ന ആഗ്രഹമുള്ള ഒരാൾ മധുചേട്ടനാണ്. ദാസേട്ടൻ്റെ കൂടെ 10 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ദാസേട്ടൻ്റെ കൂടെ ലുമുലാൽ മുല്ലശ്ശേരി എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയാണത്. ഈ 10 പാട്ടുകളും വന്നേക്കണം. സ്വരത്രയാണ് എഴുതിയേക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 2 സുഹൃത്തുക്കളും ചേർന്നാണ് പറയുക. അനുഷാദും എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ചിത്ര ചേച്ചിയുടെ കൂടെയുള്ള ചിത്ര ചേച്ചിയുടെയും നമ്മളൊരു സിനിമ ആണ് ചെയ്തത്. ഫിലിം ഒരു സലിമേട്ടൻ സലീംകുമാർ ഡയറക്ട് ചെയ്ത കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സിനിമയിൽ, അതും സ്വരത്ര തന്നെയാണ് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കല്ല. സിനിമയിൽ ഉണ്ടാവുള്ളൂ. പാട്ടുകൾ ഇറങ്ങും, യൂട്യൂബിലൊക്കെ ഇറങ്ങുമായിരിക്കും. ഇന്ന സിനിമയിലാണെന്ന് വെക്കും, സിനിമയിലുണ്ടാവൂല. ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്ന രീതിയിലും. പക്ഷെ സിനിമയ്ക്ക് പാട്ടുകൾ എടുക്കാൻ വേണ്ടി സിനിമ എടുത്തിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സിനിമയിൽ തന്നെ 10ഉം 12ഉം പാട്ടുകളൊക്കെ ഉള്ള സിനിമകൾ ഉണ്ടായിരുന്നു. ഈ ഡിവോഷണൽ സോങ്സിലോട്ട് വരാനുള്ള ഒരു ഇൻഫ്ലുവൻസിങ് എന്തായിരുന്നു? ലൈക്ക് ഭക്തിഗാനങ്ങള് കൂടുതൽ ഞാൻ ഒരു അമ്പലത്തിലൊക്കെ പോകുന്നൊരു അത്യാവശ്യം ഭക്തിയുള്ള ഒരാളാണ്. അത്യാവശ്യം ഡെയിലി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു അങ്ങനെ ചെയ്യണം എന്നും പിന്നെ എന്തോ ഭാഗ്യവശാല് കൂടുതലും എനിക്കിപ്പോൾ വരുന്നതും ഭക്തിഗാനങ്ങളാണ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭക്തിഗാനങ്ങളാണ്. മധുചേട്ടനൊക്കെ പറയണ പോലെ വരുന്നത് ചെയ്യാം, കിട്ടുന്നത് നമ്മൾ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ സെലക്റ്റീവ് ആവാൻ അങ്ങനെ ഒന്നും ശ്രമിക്കാറില്ല. എനിക്ക് കൂടുതലും വന്നേക്കണ ഭക്തിഗാനങ്ങളാണ്. ഉണ്ണികൃഷ്ണ വാര്യർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെയൊക്കെ കുറേ പാട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പം അതൊക്കെ അത്ര ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരുടെ പാട്ടുകൾ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഭാഗ്യം. ഇപ്പം നമ്മൾ കമ്പോസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പാടിയ പാട്ടുകളൊക്കെ അമ്പലത്തിൽ കേൾക്കുമ്പോഴുള്ളൊരു ഫീല് അതും ഭയങ്കര നമുക്ക് ഇഷ്ടം. ചെമ്പട്ടൊക്കെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അതായത് അവർ ഇടാൻ തയ്യാറായിട്ട് അവിടെ പരിചയമുള്ള ഒരാൾ വിളിച്ചിട്ട് ചെമ്പട്ട ഇറങ്ങിയപ്പോൾ കൊണ്ടുതരൂ നമുക്ക് ഇടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ട് അവിടെ നമ്മൾ നമുക്ക് ശരിയാണ്. പിന്നെ മധുചേട്ടൻ്റെ ഒരു 10 ഗാനങ്ങൾ ഇറങ്ങിയതിൽ പാലക്കാട് ഒരു അമ്പലത്തിൽ ഒരാളെ തൊഴാൻ പോയപ്പോൾ അവിടെ നിന്ന് കേട്ടിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്, പാട്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. അപ്പൊ നേരത്തെയൊക്കെ ചെയ്യുമ്പോൾ 10 പാട്ടുകളാണ് ചെയ്തിരുന്നത്. മധുചേട്ടൻ തന്നെ 10 പാട്ടുകൾ വെച്ച് ശ്രീഭൂതനാഥ് എന്ന് പറഞ്ഞൊരു സീഡിൽ 10 പാട്ടുണ്ടായിരുന്നു. പിന്നെ ഗണപതിയുടെ ഒരു 10 പാട്ടുണ്ടായിരുന്നു. അപ്പൊ 10 പാട്ടുകളുടെ ഒരു സീരീസ് ഇപ്പം ഇല്ല. ലാസ്റ്റ് ഞാൻ ചെയ്തൊരു 10 പാട്ട് രാമൻകുളങ്ങര ഭഗവതിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു 10 പാട്ടാണ്. അപ്പൊ അതിനകത്തൊരു 4 പാട്ട് ജയേട്ടൻ, മധുചേട്ടൻ 5 പാട്ട്, ചിത്രരുൺ, പിന്നെ ഞാനും കൂടെ ചേർന്നാണ് പാടിയേക്കണേ. അപ്പൊ അത് സുനിൽ എന്ന് പറഞ്ഞ ഒരാൾ സമർപ്പണമായിട്ട് ചെയ്താണ്. ഉണ്ണികൃഷ്ണ വാര്യരാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ആ ഒരു സീരീസോടുകൂടി 10 പാട്ടുകളുടെ വന്നിട്ടുണ്ട് എനിക്ക്. എങ്കിലും ഇപ്പൊ വരുന്നവരത്ത് ഞാൻ പറയും ഇതൊന്നും റിട്ടേൺ ഇല്ല ഇപ്പോഴത്തെ പോലെ. യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനമൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. പണ്ടെന്നൊക്കെ ഇത്ര CD വിറ്റെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുള്ള ഒരു അഷുറൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ തിരിച്ചൊന്നും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഒന്നും ചെയ്യണ്ടെന്ന് പറയും. കാരണം നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. കാരണം ഇത് ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് കണ്ടുവരുന്നവർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊരിക്കലും നമുക്ക് ഇതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റിയൊരു മേഖല അല്ല ഇപ്പോൾ. കോമ്പറ്റീഷൻസ് മാത്രമല്ല, വരുമാനം ഏത് യൂട്യൂബിൽ നിന്നൊക്കെ എങ്ങനെ എന്തൊന്നും അറിയില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും ചാനലാണെങ്കിലും കാരണം അത്രയും വർക്കുകൾ ഇറങ്ങുന്നുണ്ട്. വേറെ കാര്യം ഇപ്പോൾ വലിയ ഇപ്പോൾ മനോരമയ്ക്കാണെങ്കിലും സർഗത്തിനൊക്കെ വേണ്ടി പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ കുറേ റിലീസായിട്ടുണ്ട്. പക്ഷേ വരുമാനം അവർക്കൊക്കെ എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ടുകളൊക്കെ ചെയ്ത പണ്ടത്തെ പോലത്തെ ഒരു വരുമാനം ഇൻകം ഒന്നുമില്ല. പ്രത്യേക ഡിവിഷനൊക്കെ കാലാകാലങ്ങൾ കൊണ്ട് ഒരു ഏർണിങ്സ് വരുന്നല്ലാണ്ട് നമുക്ക് അല്ലാണ്ട് അതിൽ നിന്നൊരു വരുമാനത്തിലൂടെ ജീവിക്കുക എന്നുള്ളതൊന്നും എന്തായാലും എനിക്ക് തോന്നണില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം ചെലവുകൾ എന്തായാലും കുറയണില്ല. ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും നമ്മുടെ സ്റ്റുഡിയോ ആണെങ്കിലും ഇപ്പോൾ ഒരു പാടുന്ന ആൾക്കാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞൊരു പാട്ട് ഇറങ്ങി കഴിഞ്ഞ് വരുമ്പോൾ അത് റിലീസ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ആ സെയിം ഏൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല ജനങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെടും വേണമല്ലോ. അത് വലിയൊരു ഘടകമാണ്. പണ്ടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എല്ലാ അമ്പലങ്ങളിലൊക്കെ വെക്കുമായിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും വെച്ചും ആൾക്കാരുടെ മനസ്സിലേക്ക് കയറാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ തന്നെ ഇതുപോലത്തെ കോളാമ്പിയിലൂടെ അങ്ങനെ പാട്ട് വെക്കുന്നൊരു അതൊന്നും ഇല്ല.
അപ്പോൾ പിന്നെ ഇതുപോലെ നമ്മളുടെ സർക്കിളിലും ഒരു ചാനലിന്റെ സർക്കിളിലും വരുന്ന ആൾക്കാരായിരിക്കും അത് ശ്രദ്ധിക്കുന്നതും കേൾക്കണം. പിന്നെ റെയറായിട്ട് ചില പാട്ടുകൾ വൈറലായി പോയിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്ന പാട്ടുകളുണ്ട്. ഇപ്പൊ ഈ പാട്ടുകൾ വരുമ്പോഴേ ഇപ്പൊ അതിന്റെ ലിറിക്സ് കിട്ടുമ്പോൾ അത് ട്യൂൺ അത് എങ്ങനെയാണത് ഫസ്റ്റ് എന്താ മനസ്സിൽ വരണത്? അത് ട്യൂണാണോ അതിന്റെ? ആദ്യം വരികൾ നമ്മൾ ശരിക്കും നോക്കും. വരികൾ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് എന്താണ് അതിനകത്ത് എഴുതിയെന്നുള്ള രീതിയിൽ കണ്ടിട്ടാണ് നമ്മൾ ട്യൂൺ ചെയ്യാനിരിക്കുന്നത്. ട്യൂൺ ചെയ്യണ എപ്പോഴും എല്ലാം രാഗം ബേസ്ഡ് വേണമെന്നോ അങ്ങനെ. അതിനകത്ത് ദക്ഷിണാമൂർത്തി സ്വാമിയെ ആണ് ഞാൻ വിചാരിക്കുന്ന ഒരാൾ. ദക്ഷിണാമൂർത്തി സ്വാമി നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് അദ്ദേഹവും. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് അവർ വിളിച്ചിട്ട് ഞാൻ പോയി കണ്ടു. അപ്പൊ സ്വാമി ചെന്നപ്പോ അധ്യാപകനാണെന്ന് പരിചയപ്പെടുത്തുമല്ല കുട്ടികൾ. അപ്പൊ എന്നോട് ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു പാടിക്കോളാൻ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല, പാടിക്കോളാൻ പറഞ്ഞു. ഞാൻ കീർത്തനം പാടി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നു ചോദിച്ചു. പ്രാക്ടീസ് ഇപ്പോൾ 1-2 മണിക്കൂറൊക്കെ. അപ്പോൾ എത്ര മണിക്കൂർ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചു. ഞാനൊരു 8 മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കുന്നു. പിന്നെ സ്വാമി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ ക്ലാസ് എങ്ങനെ എടുക്കേണ്ടത് നമ്മുടെ പ്രാക്ടീസായിട്ട് എങ്ങനെ മാറ്റാം. ഇപ്പോഴും 13 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണ ഞാനാണ്. എന്നോടാണ് ഒരു 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണ കാര്യം പറയാമെന്ന് പറഞ്ഞ് തുടങ്ങിയത്. പക്ഷേ അത് എങ്ങനെ അവരൊക്കെ ഇങ്ങനെ ഇത്രയും എന്നുള്ളതിനുള്ളൊരു തെളിവാണ് ശരിക്കും പറഞ്ഞത്. എത്ര ലെജൻഡറി ആയിരുന്നു അവരെന്നൊക്കെ നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്നും അദ്ദേഹം പാടിത്തരുന്നതിൽ നിന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ സ്വാമി പറഞ്ഞൊരു കേസുണ്ട്. ഒരു കമ്പോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും റൈഡാണ്, ഒരു ഹോഴ്സ് റൈഡിങ് പോലെയാണ്. അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കണം. പിന്നെ രാഗം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി ഇന്ന രാഗത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. അതിന്റെ കളർഫുൾ ആണെങ്കിൽ വേറെ സ്വരം ആടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്തിരിക്കണം എന്നാണ് സ്വാമിയുടെ ഒരു പക്ഷം. നമ്മൾ ഒരു ക്ലാസിക്കലിന്റെ ഒരു വക്താവായിട്ടാണ് എപ്പോഴും ദക്ഷിണാമൂർത്തി സ്വാമിയെ കാണുന്നത്. പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ അന്യസ്വരങ്ങളൊക്കെ മിക്സ് ചെയ്തേക്കുന്ന സ്വാമിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ദേവരാജ മാഷിനെ ലൈറ്റ് ആയിട്ടുള്ളൊരു കമ്പോസറായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ എന്നാൽ ആക്യുറേറ്റ് ആയിട്ട് എല്ലാ രാഗങ്ങളും കൃത്യമായിട്ട് ഉപയോഗിച്ചേക്കുന്ന ഒരാള് ദേവരാജ മാഷാണ്. ഇത് ഞാൻ ജയേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സംസാരം അത് ഞാൻ ജയേട്ടനോട് ചോദിച്ചത്. നമ്മളെപ്പോഴും ദക്ഷിണാമൂർത്തി സ്വാമി ഒരു ക്ലാസിക്കലിൻ്റെ ഒരാളായിട്ടും ദേവരാജ മാഷിനെ ലൈറ്റിൻ്റെ ആയിട്ടും ആണല്ലോ കാണുന്നത്. പക്ഷേ അവരുടെ കമ്പോസിഷനിൽ ഇങ്ങനെയാണല്ലോ കിടക്കണേന്ന് ഞാൻ ചോദിച്ചത്. ചേട്ടൻ പറഞ്ഞു ശരിയാണത്, ചോദിച്ച ചോദ്യം ശരിയാണത്. പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കേസ് കൂടിയാണ്. സ്വാമി അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അപ്പം ഞാനത് പിന്തുടർന്നാണ് എപ്പോഴും ചെയ്യാറ്. പിന്നെ രാഗം തന്നെ വേണമെന്ന് വാശി പിടിക്കാറില്ല. അത് എന്താണ് ഡിമാൻഡ് ചെയ്യണേ അതനുസരിച്ച് വേറെ നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ മനഃപൂർവ്വം ചെയ്യാറില്ല. മനഃപൂർവ്വം ഒരു കളർഫുള്ളാക്കാൻ വേറെ ഒരു രാഗം എടുത്തിട്ട് അതിനൊരു നോട്ട് കൂടെ ചേർക്കണം എന്നല്ല. പാടി നമ്മൾ നോക്കുന്ന സമയത്ത് വേറെ നോട്ട് വരുന്നുണ്ടെങ്കിൽ രാഗം മാറും, ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് 2-3 രാഗം മിക്സ് ചെയ്ത് ചെയ്യണം അങ്ങനെ ഒന്നും വാശിയില്ല. അപ്പം അതും ഈ പറഞ്ഞ പോലെ അവരെ വലിയ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അവരുടെ വാക്കുകളിൽ നിന്നോട് കിട്ടിയ പല പ്രചോദനങ്ങൾ വെച്ചാണ് നമ്മൾ കമ്പോസ് ചെയ്യാനായിട്ട് ഇരിക്കണതും ചെയ്യുന്നത്. അതേപോലെ കമ്പോസ് ചെയ്യുമ്പോൾ ഇന്നയാള് പാടണം എന്നൊക്കെ മനസ്സിൽ വരാറുണ്ട്. ഇത് ഇന്നയാളെ കൊണ്ട് പാടിപ്പിച്ചാൽ നന്നായിരിക്കും. അത് നമുക്ക് അതിന്റെ ഒരു മനസ്സിൽ വെച്ചിട്ടാണോ കമ്പോസ് ചെയ്യണത്? അങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പോഴും ചില പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഓരോരുത്തർ. ഇപ്പം ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പാടുന്ന ആഗ്രഹമുള്ള ഒരാൾ മധുചാരനാണ്, മധുബാലകൃഷ്ണൻ. മധുചാരനായിട്ടുള്ള ഒരു ബന്ധം ഒരു സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു റിലേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ മധുചേട്ടൻ പാടണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി വന്നാൽ മാത്രമേ പറ്റുള്ളൂ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. പിന്നെ ചില വർക്കുകൾ നമ്മൾ ട്രാക്കൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർ തന്നെ പറയും ഇത് സാറ് തന്നെ പാടുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം അത് ഞാൻ ഡയറക്റ്റ് പാടും. ഇപ്പം ഞാൻ തന്നെ പാടണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാറില്ല. ചില വർക്കുകൾ ട്രാക്ക് കേൾക്കുമ്പോൾ അത് മാഷ് തന്നെ പാടി നന്നായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനത്തെ വർക്കുകൾ സ്ട്രേറ്റും പാടാറാണ്. അങ്ങനെയാണ് സാധാരണ വരുന്നത്. അല്ലെങ്കിൽ ഒരാളെ മനസ്സിൽ വെച്ചിട്ടാണ് അധികം കമ്പോസ് ചെയ്യാറ് ചില സമയത്ത്. പക്ഷെ അതും ഇപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ചില പാട്ടുകൾ ഫീമെയിൽ കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഫീമെയിൽ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിലത് മെയിലാണെന്ന് നമുക്ക് വേണമെന്നുള്ള പവർഫുൾ ആയിട്ടുള്ളത് അങ്ങനെ വേണമെന്നും വിചാരിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ എപ്പോഴും അവരാണല്ലോ തീരുമാനിക്കണം ആരെ കൊണ്ട് പാടിക്കണം. ചിലപ്പോൾ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ആളായിരിക്കും പാടണത്, അല്ലെങ്കിൽ ഇന്ന ആളെ കൊണ്ട് പാടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് നമ്മളത് നേരത്തെ മനസ്സിൽ വെക്കും, അതനുസരിച്ച് ചെയ്യും. ദാസേട്ടന്റെ കൂടെ 10 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ദാസേട്ടന്റെ കൂടെ ലുമുലാൽ മുല്ലശ്ശേരി എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയാണിത്. ഈ 10 പാട്ടുകളും വന്നേക്കണം. സ്വരത്രയാണ് എഴുതിയേക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 2 സുഹൃത്തുക്കളോട് ചേർന്നാണ് പറഞ്ഞത്. അനുഷാദും എന്ന് പറഞ്ഞൊരാളുമുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വർക്കുകൾ ചെയ്തേക്കുന്നത്. അത് ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടൻ തന്നെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഗോവിന്ദൻകുട്ടി ഭാഗവതർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വഴിയാണ് നമ്മൾ ദാസേട്ടനെ ബന്ധപ്പെടുന്നതും
ഈ വർക്കുകൾ ചെയ്യാനായിട്ട് ലേമറിഡിയനിൽ വെച്ച് ഈ നമ്മൾ ഇതിൻ്റെ ട്രാക്കും ഒക്കെ കൈമാറുന്നത്. അപ്പം നമ്മൾ അദ്ദേഹത്തിനെ കണ്ട് പിന്നത്തെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിൽ പാടാനായിട്ട് റഹ്മാൻ്റെ സ്റ്റുഡിയോയിൽ ചെല്ലുന്നത്. ദാസറിനെ പാടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇപ്പോഴും എനിക്ക് കോള് വന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതായത് ദാസറിനെ കൊണ്ടൊരു പാട്ട് പാടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടാന്ന് ചോദിക്കാൻ എത്രയോ പേര് ഇപ്പോഴും വിളിക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവിതാഭിലാഷമാണ് അത് കഴിഞ്ഞിട്ട് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട് ഇപ്പോഴും. കാരണം അവരുടെ വീട് വരെ വിറ്റ് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട്. ചെയ്യാൻ തയ്യാറാണ്. അത് വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു ഇത് അത് സംഭവിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മുടെ കഴിവിന് അപ്പുറമാണത്. അതായത് 10 ഗാനങ്ങളും പറവൂരത്തെ ക്ഷേത്രങ്ങളാണ്. അതാണ് എനിക്ക് വലിയ രസം. അതൊന്ന് ഗണപതി, ഒന്ന് ഗുരു, പിന്നെ പറവൂരത്തെ ഞങ്ങൾ താമസിച്ച കണ്ണംകുളങ്ങര, മൂകാംബിക, പെരുവാരം, മന്നം, മാക്കനായി, അങ്ങനെ നാട്ടിലെ 10 പാട്ടുകൾ ആണ്. ഇനി ഒരു പാട്ടും കൂടെ ഇറങ്ങാനുണ്ട്. പൊമ്പോണ്ട് ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ 9 പാട്ട് ഇപ്പം ഇറങ്ങി. പക്ഷെ അതും ദാസേട്ടനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിച്ചിട്ടാണ് നമ്മൾ ചേരണത്. എങ്ങനെയായിരിക്കും, കാരണം പലപ്പോഴും കണ്ടിട്ടുണ്ട്, കച്ചേരി കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളോട് എങ്ങനെയായിരിക്കും എന്നറിഞ്ഞൂടല്ലോ. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി വെച്ചാൽ ഒരു പാട്ട് ദാസേട്ടൻ പാടിക്കഴിഞ്ഞിട്ട് എത്രയോ മണിക്കൂറുകൾ നമ്മളായിട്ട് സംസാരിക്കുമായിരുന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ് പോലെയായിരുന്നു. ഒരു 3 സെക്ഷൻ ആയിട്ടാണ് ആ പാട്ട് വർക്ക് നടന്നത്. കൊറോണയ്ക്കൊക്കെ മുമ്പ്, അതിനുശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ ഓരോ പാട്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം ഓരോ പാട്ടിന് കൊടുക്കുന്ന ഭാവം ശരിക്കും നമ്മളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ ഒന്നും സംഭവിക്കാറില്ല. പാട്ട് അവിടെ സേഫാണ്. സേഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹം അത് പഠിക്കും. ഒരു വാക്കുകൾ വരെ പറഞ്ഞു നോക്കിയിട്ടാണ് പാടുന്നത്. ഒരു സഹസ്രപത്മം എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ചോദിക്കും, സഹസ്രപത്മം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കണേന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലിറിക്സിൽ അത് പറഞ്ഞു കൊടുത്ത് ഇതാണ് ഞങ്ങൾ ശാസ്ത്രാരകം, ഇങ്ങനെ ശാസ്ത്രപത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണതയിലെത്തേണ്ടതിൻ്റെ ഇതാണ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ആ വേർഡിൽ അതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ആയതെന്നുള്ളൊരു ഉത്തരവാണ് അത്. ശരിക്കും പറഞ്ഞു നമ്മളൊന്ന് ചിന്തിക്കണതിൻ്റെ അപ്പുറത്താണെന്ന് പറയാനുള്ളൊരു ഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരെ കാണാൻ പറ്റാനും അത്രയും അദ്ദേഹം ലൈവായിട്ട് പാടുന്നത് കേൾക്കാനും കൂടെ ഇരിക്കാൻ കഴിഞ്ഞതും എല്ലാം ഗുരുക്കന്മാരുടെ കടാക്ഷമാണ്. അതിനപ്പുറത്തേക്കും ഒന്നുമില്ല. ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ സാധ്യമാവുള്ളൂ എന്നുള്ളൊരു ഉത്തമ വിശ്വാസമുള്ള ആളാണ്. അപ്പം അത് അദ്ദേഹം അതൊരു മഹാഭാഗ്യമായിരുന്നു. ഇനിയും ഒരു പാട്ടും കൂടെ ഒരു ലോക നന്മയ്ക്കായിട്ടുള്ളൊരു മംഗളവും കൂടി ഇറങ്ങാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ പറവൂരി ക്ഷേത്രങ്ങൾ, മൂകാംബിക ക്ഷേത്രം, ഞങ്ങളുടെ സ്വരത്രയ എന്നൊരു സ്ഥാപനം നിൽക്കുന്ന അതിൻ്റെ തൊട്ടടുത്ത മൂകാംബിക ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വന്ന് ദാസേട്ടൻ ഈ 10 പാട്ടുകളും ക്ഷേത്രം തന്ത്രിമാരെ വിളിച്ചിട്ട് ഇത് ഇറക്കാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പദ്ധതി. ശരിക്കും അതിനുവേണ്ടി കുറേ നാൾ വെയിറ്റ് ചെയ്തു. പക്ഷേ പിന്നീട് കൊറോണ വന്നു, ഇങ്ങനെ പ്രളയം വന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നീണ്ടുപോയി. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഇറക്കി. ചിത്ര ചേച്ചിയുടെ ചേച്ചിയുടെയും നമ്മുടെ ഒരു സിനിമ ആണ് ചെയ്തൊരു ഫിലിം, ഒരു സലീമേട്ടൻ, സലീം കുമാർ ഡയറക്റ്റ് ചെയ്ത കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സിനിമയിൽ, അതും സ്വരത്രയ തന്നെയാണ് ചെയ്തത്, ഞാൻ ഒറ്റയ്ക്കല്ല. അതിനകത്ത് 2 ഗാനങ്ങളുണ്ടായിരുന്നു. ഒന്ന് ചിത്ര ചേച്ചി ഒരു പാട്ടും പിന്നെ ഒരു മധുചേട്ടൻ പാടി. അങ്ങനെ 2 ഗാനങ്ങളാണ് ആ സിനിമയിലുള്ളത്. സിനിമ കൊമേഴ്ഷ്യലി അത്ര ഇതായിരുന്നില്ല, കാരണം ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികളുടെ സിനിമയായിരുന്നു. പക്ഷേ കുറേ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പാട്ടുകളും വളരെ നന്നായിരുന്നു. സലീമേട്ടന് വയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയാണ് അതിൻ്റെ പ്രിവ്യൂവും RRഒക്കെ ചെയ്തതൊക്കെ കേൾപ്പിച്ചതും അങ്ങനെയായിരുന്നു. പക്ഷേ ചിത്രചേച്ചിക്കും ഇഷ്ടമായ ഒരു പാട്ടാണ്. മധുചേട്ടനും നല്ല പാട്ടായിരുന്നു, വളരെ ഒരു താല്പര്യമുള്ളൊരു പാട്ടായിരുന്നു. മധുചേട്ടനും ഈ പറഞ്ഞ പോലെ പാടിക്കാനായിട്ട് ഇപ്പോഴത്തെ എല്ലാവരും ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇപ്പുറത്തായിരിക്കും മത്സരം പാടിത്തരുന്നത്. ഒട്ടും സമയവും വേണ്ട, അറിയാമല്ലോ. ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ കൂടുതൽ മത്സരം പാടേണ്ട ആവശ്യം. അതും ഈ പറഞ്ഞ പോലെ അവരൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സാധാരണ ഒരു മനുഷ്യരിൽ കഴിഞ്ഞുള്ളൊരു കഴിവ് അവർക്ക് കിട്ടിയത് കൊണ്ടാണ്. കാരണം അവരുടെയും ഒരു പ്രാർത്ഥനയുടെയും ജന്മസുഹൃതം കൊണ്ട് സംഭവിച്ചേക്കണ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യം. അവർക്ക് വേണ്ടി പാട്ടുകൾ ചെയ്യാനും അവരോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. അവർ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കഴിയാൻ പറ്റിയത് തന്നെ ഭാഗ്യം. ഇത്രയും ഗാനങ്ങൾ, കാരണം അന്നത്തെ അല്ലെങ്കിൽ ഒരു കുറച്ച് കാലഘട്ടം വരെ ഇപ്പൊ ദാസേട്ടൻ അല്ലെങ്കിൽ ജയേട്ടൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പാടിയാൽ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, അവരുടെ സിനിമകളിൽ അവരുടെ ഗാനങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത് മാറി. ഇപ്പൊ ആര് പാടിയാലും മതി, അല്ലെങ്കിൽ ഒരു ഇന്ന വോയിസ് വേണമെന്ന് പാട്ട് ആരെ പാടിയത് പോലും നോക്കണില്ലല്ലോ. ഇല്ല, പാട്ട് ജസ്റ്റ് കേട്ട് പോവാന്നല്ലാണ്ട് സിനിമയിലെ ഗാനങ്ങളും കുറഞ്ഞല്ലേ, പാട്ടുകളും കുറഞ്ഞു.
ഇപ്പൊ പറയുന്ന പോലെ ഇന്ന നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ പോലെ ആവുന്നാണ് പറയപ്പെടുന്നത്. ഇനി വെറും ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉണ്ടാവുള്ളൂ. പാട്ടുകൾ ഇറങ്ങും, യൂട്യൂബിലൊക്കെ ഇറങ്ങുമായിരിക്കും, ഇന്ന സിനിമയിലാണെന്ന് വെക്കും, സിനിമയിലുണ്ടാവില്ല. ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്ന രീതിയിലും. പക്ഷെ സിനിമയ്ക്ക് പാട്ടുകൾ എടുക്കാൻ വേണ്ടി സിനിമ എടുത്തിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സിനിമയിൽ തന്നെ 10ഉം 12ഉം പാട്ടുകളൊക്കെ ഉള്ള സിനിമകൾ ഉണ്ടായിരുന്നു. കാരണം അത്ര പല ജോണറിലുള്ള പാട്ടുകളും അത്രയും കമ്പോസേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. സിനിമയുടെ കഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, പാട്ടിനനുസരിച്ചുള്ള സിനിമ വരുന്നില്ലല്ലോ. ഇല്ല, അതിനുള്ള സ്പേസ് ഇല്ല എന്ന് പറയാം. സിനിമയിൽ അത് ഫാമിലി മൂവിയൊക്കെ വളരെ കുറവല്ലേ ഇപ്പൊ വരുന്നത്. ഒക്കെ റിയലിസ്റ്റിക് ആയതുകൊണ്ടും ഒക്കെ ഉള്ള ഒരു വ്യത്യാസങ്ങളാണ്. നമ്മള് പണ്ടത്തെ പോലെ അല്ല. ഒരു മലയാളം സിംഗർ 5, 6, 7 മിട്ടും പാടിയിരുന്നെടുത്ത് മലയാള സിംഗറുടെ ആവശ്യം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പാടാൻ പറ്റാവുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ആ മേഖലയിൽ. ഇപ്പൊ റിയാലിറ്റി ഷോയില് കുട്ടികൾ എടുക്കുന്ന പാട്ടുകളും അങ്ങനെയാണല്ലോ, എല്ലാം പഴയ പാട്ടുകളാണ്. പഴയ പാട്ടുകൾ പാടിയാലേ മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനകത്തെ പാടാൻ എന്തെങ്കിലും ഉള്ളൂ. പുതിയ പാട്ടുകൾ മോശം പറയണത് ആ ഒരു ഗ്രിപ്പ് ഉള്ള പാട്ടുകൾ, അതാണ് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പ്രൂവ് ചെയ്യാൻ പറ്റിയ പാട്ടുകളാന്നുള്ള രീതിയിലാണ്. നമ്മൾ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നിലത്തിരിക്കണില്ല. അതൊരു കാര്യം. നിലത്തിരുന്ന് നമ്മുടെ ബോഡി സൈറ്റായിട്ട് നമ്മുടെ ബ്രീത്തിങ് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് പല ഇതിലും വർക്ക് ചെയ്യാത്ത പല നെർവുകളും പാടുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അങ്ങനെ കുറെ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട് ഞാൻ. അതെനിക്ക് അവരുടെ വ്യത്യാസം ഭയങ്കര. സ്വന്തമായിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു മാറ്റങ്ങളുണ്ട്. എത്ര പേർക്കാണ് സ്പീച്ച് തെറാപ്പിക്ക് പോയിട്ട് ശരിയാവാത്തവരുണ്ട് പോലും. സ്പീച്ച് തെറാപ്പിക്ക് പോയിട്ട് ശരിയാവാത്തവർക്ക് പാട്ടിലൂടെ ശരിയാക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് ഇന്ന ട്രെയിനിങ് എന്നല്ല, അവര് ഉറക്കനെ പാടി 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 വരുന്നതാണ് ഓട്ടോമാറ്റിക്.